ഇന്ദ്രജിത്തിന്റെ വിജയം. മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാരേറ്റവരെന്തിനു എന്തിന് നല്ലതു ശങ്കരാ ദൈവമേ. യുദ്ധം വിലപിച്ച നേരത്തു ചെന്ന് ഇന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ താതനെ. യുദ്ധം വിലപിച്ച നേരത്തു ഇന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ താതനെ. ഖേദമുണ്ടാകരുതേതുമേ മാനസേ താതനു ഞാനിഹ ജീവിച്ചിരിക്കവേ. ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ട് അത്തലും തീർത്തങ്ങിരുന്നരുളേണമേ. സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ടു യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കണമേ എന്നതു കേട്ടു തനയനെയും പുണർന്നേ സുഖമേ ജയിച്ചു വരിക നീ. വമ്പനാം പുത്രനും കുമ്പിട്ടു താതനെ തൻപടയോടും നടന്നു തുടങ്ങിനാൻ. ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്നു ജംബാരിജിത്തും കുമ്പിലബുക്കിതു. സംഭാരജാലവും സമ്പാദ്യ സാദരം സംഭാവ്യ ഹോമമാരംഭിച്ചിതന്നേരം. രക്തമാല്യാംബര ഗന്ധാനുലേപനയുക്തനായി തത്ര ഗുരുപദേശാന്വിതം ഭക്തി കൊണ്ടു ജ്വലിപ്പിച്ച് അഗ്നിദേവനെ ശക്തി തനിക്കു വർദ്ധിച്ചു വരുവാനായി. നക്തഞ്ചരാധിപുത്രനും എത്രയും വ്യക്തവർണസ്വരമന്ത്ര പുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചത് ചിത്രഭാനുപ്രസാദത്താൽ അതിദ്രുതം. ശാസ്ത്രാസ്ത്രജാപരദാദികളോടും അന്തർധാന വിദ്യയും ലബ്ധ്വാ നിരാകുലം. ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോടു ഭൂരിനായാശരൻ. പോർക്കളം ബുക്കൂരു നേരം കവികളും രാക്ഷസരെ ചെറുത്താർത്തടുത്തിടിനാർ. മേഘജാലം പരിഷിക്കുന്നത് പോലെ മേഘനാഥൻ കണതൂക്കി തുടങ്ങിനാൻ. പാഷാണ പർവ്വത വൃക്ഷാദികൾ കൊണ്ടു ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാർ. വാരണവാജിപദാതിരഥികളും മന്ദഗന്ധൻപുരിയിൽ ചെന്നു ബുക്കവക്കന്തം വരുന്നതു കണ്ടോരു രാവണി സന്താപമൂടും അന്തർധാനവും ചെയ്തു സന്തതം തൂകിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ചയം. വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും വണ്ണം വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാർ. വമ്പരം മർക്കടന്മാരുടെ മെയ്യിൽ വന്നമ്പതും 100 200 500 അമ്പുകൾ കൊണ്ടു പിളർന്നു തിരുതരെ കമ്പം കലർന്നു മോഹിച്ചു വീണിടിനാർ. 50 ബാണം വിവിധനേറ്റു പുനർ50 മൈന്ദനും 5 ഗജനും ഗജന്മേലും 90 ബാണം നളനും തറച്ചിതു. ഔവണ്ണമേറ്റു ഗന്ധമാതനന്മയിലും ഈരൊമ്പതേറ്റിതു നീലനും 30 നീരഞ്ചു ബാണങ്ങൾ ജാമ്പവാൻമയിലും 6 പനസനും 7 വിനതനും 6 സൂഷേണനും 8 കുമുദനും 6 ബാണം വൃഷഭനും കേസരിക്ക് 650 കൂടെ വന്നേറ്റിതു. 10 ശതബലിക്ക് 9 ധൂമ്രനും 10 മുരട്ടും പ്രമാധിക്കുമേറ്റിതു. 10 പുനർ 25 ശക്തിയേറും വേഗദർശിക്കതുപോലെ. 40 കൊണ്ടു ദധിമുഖന്മയിലും 42 ഗവാക്ഷനുമേറ്റിതു. 3 ഗവയനും 5 ശരഭനും 3 4 സുമുഖനും ദുർമുഖനേറ്റിത് 24 അമ്പു. സമ്മാനമായി 65 താരനും ജ്യോതിർമുഖനും 60 പുനരാതങ്കമോട് 50 അഗ്നിപതനനും. അങ്കദന്മേൽ 75 കൊണ്ടിതു തുങ്കനാം സുഗ്രീവനേറ്റു ശരശതം. യുദ്ധം കപികുലനായകന്മാർ 67 കോടിയും വീണിതു ഭൂതലേ. മർക്കടന്മാർ 21 വെള്ളവും അർക്കതനയനും വീണോരനന്തരം. ആവതില്ലേതും ഇതിന്നു നമുക്കെന്നു ദേവദേവന്മാരും അന്യോന്യമന്നേരം വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കേരുഷ. രാഘവന്മാരെയുമെയ്തു വീഴ്ത്തിയിടിനാൻ. മേഘനാഥൻ മഹാവീര്യധൃതധരൻ ശോകവിഷണ്ണമായി നിശ്ചലമായതു ലോകവും. കൗണപാദേശ ജയത്തിനാൽ ആഖണ്ഡലാരിയും ശംഖനാദം ചെയ്തു. വേഗേന ലങ്കയിൽ കുക്കിലും നീടിനാൻ. ലേഖസമൂഹവും മാർഗീകദാശയാം. ഔഷധാഹരണ യാത്ര.
കൈകസീനന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പൂക്കുവൻ മേലിലാപത്തു ഞാനെന്നോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നീടിനാൻ. കുള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ. ആക്കമേറും വായുപുത്രനുമന്നേരം ആരിനിയുള്ളതൊരു സഹായത്തിനെന്നാരായ വേണമെന്നോർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ചാകാതവരിലാരെന്നു നോക്കുവാൻ ഏകാകിയായി നടക്കുന്ന നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ടു. തമ്മിൽ അന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നിടിനാർ. പിന്നെയും പാദോജ സംഭവനന്ദനൻ ജാമ്പവാൻ താതനനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു കണ്ണുമിഴിപ്പാനരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിതാതരാൽ നിന്നുടെ ജീവനുണ്ടോ കപിപുങ്കവ? നന്നായതെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ? കണ്ണുമിഴിച്ചുകൂടാ രുധിരം കൊണ്ടു നിന്നുടെ വാക്കു കേട്ടുള്ളിൽ വിഭാതിമേ രാക്ഷസരാജൻ വിഭീഷണൻ എന്നതോ സാക്ഷാൽ പരമാർത്ഥമെന്നോട് ചൊല്ലുക. സത്യം വിഭീഷണനായതു ഞാനടോ? സത്യമതേ പുനരെന്നതു കേട്ടവൻ ചോദിച്ചിതാശരാധീശ്വരൻ തന്നോടു ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചോരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ ആവതെല്ലാം തിരയേണമിനിയിടൂ. ചോദിച്ചതാശു വിഭീഷണൻ എന്തടോ? വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമസൗമിത്ര സുഗ്രീവാംഗദാദികൾ ആമവരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണപുത്രനെ? മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും എങ്കിലോ കേൾക്ക നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും. മാരുതപുത്രൻ മരിച്ചിരുന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ. സാരസ സംഭവ പുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരമോ. ഞാനിതല്ലോ മരിച്ചില്ലെന്നവൻ കാൽക്കൽ ആമോദമുൾക്കൊണ്ടു വീണു വണങ്ങിനാൻ. ഗാഠമായ ശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുകർന്നു ചൊല്ലിടിനാൻ. മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാൻ ആകുന്നവരാരുമില്ല. നീ എന്നിയേ പോക വേണം. നീ ഹിമവാനയും കടന്നാകുലമറ്റു കൈലാസശൈലത്തോളം. കൈലാസ സന്നിധിയിങ്കൽ ഋഷഭാദ്രിമേലുണ്ടു ദിവ്യൌഷധങ്ങൾ അറിക നീ. 4 ദിവ്യൌഷധങ്ങൾ അവറ്റിനു 4നും നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യകരണീയം നൊന്നിടു പിമ്പു സന്താനകരണി 3-മതും നല്ല സുവർണകരണി 4-മതും ചൊല്ലുവൻ ഞാൻ മൃതസഞ്ജീവനി സഖിയേ. 2 ശൃംഗങ്ങൾ ഉയർന്നു കാണാം അവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും. ആദിത്യനോളം പ്രഭയുണ്ടു 4നും വേദസ്വരൂപങ്ങൾ എന്നും അറിക നീ. വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടന്നാരാൽ വരിക മരുന്നുകളും കൊണ്ടു മാരുതനന്ദനാ പോക നീ വൈകാതെ. ഇതം വിരിസുതൻ വാക്കുകൾ കേട്ടവൻ ഭക്യാതുൽതു മഹേന്ദ്രമേറിയിടിനാൻ. മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ. വായുവേഗേന കുതിച്ചുയർന്നമ്പരേ പോയവൻ നീഹാരശൈലവും പിന്നിട്ടു വൈരിഞ്ചമണ്ഡലവും ശങ്കരശൈലവും നേരേധരാ നദിയും അളകാപുരം മേരുഗിരിയും വൃഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ. ഹരേ രാമ ഹരേ രാമ രാമ രാമ